പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതിയ മന്ദിരത്തിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നത് ഇന്നലെ. മുഖ്യമന്ത്രി ഒപ്പം ആരോഗ്യമന്ത്രിയും വാദ്യഘോഷങ്ങളോടെ നടന്ന ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങൾ പുതിയ കെട്ടിടമെന്ന് ചുറ്റിക്കണ്ടു. പുറമേക്ക് മനോഹരമായ കെട്ടിടം, പക്ഷെ അകത്തോ ആദ്യം കണ്ടത് ഡയാലിസിസ് യൂണിറ്റ്. യന്ത്രങ്ങളോ ബെഡുകളോ ഒന്നുമില്ലാത്ത വെറും മുറികൾ. എന്ന് പറഞ്ഞു പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും. ചിലയിടത്ത് യന്ത്രങ്ങൾ പിടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, നോക്കുകുത്തികൾ. 3 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒരെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പണി തീർന്നത്. അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും രോഗികളെ കിടത്താൻ വിഭാവനം ചെയ്തിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വേണ്ട മുറികളും കാലി. OP ബ്ലോക്കിൽ ഒരു കസേര പോലും ഇട്ടിട്ടില്ല. അത് സാധാരണ ആസനല്ല മോനെ, സിംഹാസന, സ്വർണ്ണ സിംഹാസനം. മറ്റു പരിശോധനാ സംവിധാനങ്ങളുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കെട്ടിടത്തിന്റെ മുകൾ നിലകളിൽ വൈദ്യുതി പോലുമില്ല. ലിഫ്റ്റിന്റെ സേഫ്റ്റി പരിശോധന പോലും നടത്തിയിട്ടില്ല. പുതിയ ആശുപത്രി കെട്ടിടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടാണ്. 48 കോടി മുടക്കിയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ മേനി പറച്ചിലിനപ്പുറം പാവപ്പെട്ട രോഗികൾക്ക് പുതിയ കെട്ടിടത്തിന്റെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രയോജനം എപ്പോൾ ലഭിക്കുമെന്നതാണ്. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്.